വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോത്തുകുട്ടന്മാരനൊക്കെ ഇറക്കിയിട്ടുണ്ട് പാടത്തേക്ക്. ഇത് ഫാമിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെയുള്ള പാടാണ് കേട്ടോ. പകുതി പേര് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. പകുതി പേരെ ഞങ്ങൾ വേറെ സ്ഥലത്താക്കിയിട്ടുണ്ട്. കുറേ പേര് പുല്ലിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന അടുത്തുനിന്ന് കുറച്ച് ദൂരെയാണ് ഇവർ നിൽക്കുന്നത്. കുറേ പേര് പുല്ലിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഈ അറ്റത്തുനിന്ന് കാണില്ല എന്നുള്ളൂ. അറ്റത്തേക്കൊക്കെ നടന്നു പോയിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ എണ്ണ എടുക്കും. ഇടയിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ എണ്ണ എടുക്കും. പുല്ലിൻ്റെ ഇടയിലേക്കൊക്കെ പോയിട്ട് എണ്ണ എടുക്കും. 2-3 സ്ഥലത്തായതുകൊണ്ട് നമുക്ക് പോയിട്ട് എണ്ണ എടുക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ഇടയിലേക്കൊക്കെ നടന്നു പോകാം. ആദ്യമൊക്കെ ഇഷ്ടംപോലെ പുല്ലായിരുന്നു. 2-3 മാസം മുന്നൊക്കെ ഈ അറ്റത്തുനിന്ന് അറ്റം വരെ കാണില്ല, അത്രയ്ക്ക് ഉയരത്തിൽ പുല്ലായിരുന്നു. ഇപ്പോൾ ഇവർ ഇറങ്ങിയോടുകൂടി പുല്ലൊക്കെ തീർന്നു. പിന്നെ ഇവിടെ വേറെ ആരും ആടിനും പോത്തിനും പശുവിനൊന്നും വളർത്തണില്ല. അതുകൊണ്ട് നമ്മുടെ പോത്തുകൾ മാത്രമാണ് ഈ പാടത്തുള്ളത്. ഇവർ തിന്നിട്ട് തന്നെയാണ് ഈ പുല്ലൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാടുണ്ട് കേട്ടോ പാടം. ഈ ഭാഗം മാത്രമല്ല, അത് അറ്റം വരെ ഓരോ സൈഡിൽ അറ്റം വരെ ഉണ്ട്. കുറച്ച് പേരെ നമ്മൾ വേറെ സ്ഥലത്താണ് നിർത്തിയിരിക്കണം. കണ്ടോ, ഇവിടെയാണ് നിർത്തിയിരിക്കണേ. ഇത് ആ സ്ഥലമല്ല കേട്ടോ, ഇത് വേറെ സ്ഥലമാണ്. ഫാമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് തന്നെ ആ പാടത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് വേറെ സ്ഥലത്ത് കുറച്ച് പേരെ നമ്മൾ ഇവിടെ നിർത്തും. ഇങ്ങനെ കാണുമ്പോൾ പുല്ല് നമ്മൾ കുറേ ഉണ്ട് തോന്നും. പക്ഷേ മാർച്ച് ഏപ്രിൽ മെയ് വരെയൊക്കെ ഇങ്ങനെ അടുത്ത മഴ കിട്ടണവരെയൊക്കെ ഇങ്ങനെ നിൽക്കണ്ടേ. അത് നിൽക്കുമെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷമൊക്കെ പുല്ലിന് ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ലോഡ് കണക്കിന് കായത്തണ്ടൊക്കെ എടുത്ത് വെട്ടി കൊടുക്കണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് അത്രയ്ക്ക് അങ്ങോട്ട് നടക്കില്ല. ഇപ്പോൾ നമ്മൾ പാടത്ത് തന്നെ പരമാവധി മാറ്റി ഇങ്ങനെ വിടാനാണ് നോക്കണേ. നമ്മൾ ക്രിസ്തുമസിന് കൊടുക്കണില്ല പോത്തിനൊന്നും. പെരുന്നാളിനാണ് ബേസ് ചെയ്ത് നിർത്തിയേക്കണത്. എന്നാലും മുഴുവൻ പേരെ കൊടുക്കില്ല. ഏറ്റവും വലിപ്പമുള്ളവനെ നോക്കിയിട്ടാണ് പെരുന്നാൾക്ക് കൊടുക്കുക. ഏകദേശം ജൂൺ മാസത്തിലാണ് നമ്മൾ കൊടുക്കാറ്. 6 മാസം കൂടി അതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിൽ കൊണ്ടുപോകണം. 100-ലധികം പോത്തുകളുണ്ട്. എല്ലാത്തിനും അതുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 50 എണ്ണം അതിന് കുറച്ചും കൂടി കൂടുതലായിട്ട് കൊടുത്താലും നമുക്ക് പ്രശ്നമില്ല. ഞങ്ങളിപ്പോൾ കൊടുക്കാത്തത് എന്താണെങ്കിൽ, ഇപ്പോൾ ആൾക്കാർ പെരുന്നാളിനെ ബേസ് ചെയ്ത് വിൽക്കാനുള്ളതാണോ അധികം വാങ്ങുക. 6 മാസമുള്ള പെരുന്നാളിന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്താൽ അവർ തീരെ വില കാണില്ല. അവർക്ക് പെരുന്നാളിന് നല്ല വില കിട്ടും വേണം, നമ്മുടെ നിന്ന് പരമാവധി വില കുറവ് വേണം. അപ്പോൾ അവർ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാതിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ ഇതിൽ നിന്ന് ഇത് കൊടുക്കാത്തത് നമ്മളിതാ ഇത് പോലെയാണ് നമ്മൾ അവരെ കൊണ്ട് നോക്കണത്. പോത്തുകളൊക്കെ ഇതേമാതിരി പാടത്ത് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 6 മാസം കൂടി ഇതുപോലെ കൊണ്ടുപോയി ഞങ്ങൾക്ക് തന്നെ നോക്കല്ലോ നല്ലത്. ഇപ്പോൾ തീരെ വില കുറവൊക്കെ ആൾക്കാർ ചോദിക്കും. 6 മാസം കൊണ്ട് അവർക്ക് കൊണ്ടുപോകണവർക്ക് നല്ല വില കിട്ടണം എന്നാണ് അവർ ചിന്തിക്കുക. അപ്പോൾ എന്തായാലും ഈ 6 മാസം കൊണ്ട് തീരെ ചെറുതിനെടുത്ത് വലുതാവില്ല. അപ്പോൾ ഈ വലുതിനെ അവർ മാക്സിമം നമ്മൾ ഇത്രയും നോക്കിയിട്ട് ഇത്രയും ദിവസം നമ്മൾ പാടത്തൊക്കെ കൊണ്ട് നടന്ന് നോക്കിയിട്ട് ഏറ്റവും വില കുറവ് നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. അതിനേക്കാളും ഭേദം നമ്മുടെ കയ്യിൽ തന്നെ നിർത്തിയിട്ട് പെരുന്നാൾക്ക് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ചിലർക്ക് പണിയെടുക്കാനല്ല താല്പര്യം, ഇവരെ കൊണ്ടുപോവുക, പെട്ടെന്ന് അങ്ങോട്ട് മറിച്ച് കൊടുക്കുക, അതാണ് താല്പര്യം. അപ്പോൾ നമ്മളുടെ അടുത്ത് പരമാവധി ഇങ്ങനെ അത് ഇത്ര വിലയില്ല പണിയെടുക്കാൻ മടിയുള്ളവർക്ക് ഇത് നോക്കാം. ഇങ്ങനെ വില അറിയാത്തവർക്കൊക്കെ ഏറ്റവും എളുപ്പമുള്ള പണി നമ്മുടെ അടുത്ത് വന്നിട്ട് അതിനത്ര ഒന്നും വിലയില്ലേ, നിങ്ങളുടെ കയ്യിൽ വില കൂടുതലാണ്. അത് എവിടെ ആയാലും ചെന്നിട്ട് അങ്ങനെയല്ല പറയാം. നമുക്ക് മനസ്സാകെ തളർന്നു പോവില്ലേ. നമ്മൾ ഇത്രയും നാൾ നോക്കി ഉണ്ടാക്കിയിട്ട് ഇതേമാതിരി രാവും പകലില്ലാതെ നോക്കി ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരും ഒന്ന് സിമ്പിളായിട്ട് അവർക്ക് 6 മാസം കൊണ്ട് നല്ല വില കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഓരോ വില പറയും, തൊള്ളതൂന്നി വില പറയും. അപ്പം നമുക്കത് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടും കൊടുക്കാത്തത്. പിന്നെ അവർക്ക് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ചന്തയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കാമല്ലോ. ഞങ്ങളിങ്ങനെ ഒരുപാട് നാൾ നോക്കി വളർത്തി കൊടുക്കുമ്പോൾ നമുക്കതിൻ്റേതായ വില കിട്ടണം. കണ്ടോ, അവർ ദൂരേക്ക് ഇങ്ങനെ നടന്ന് പോയി. കുറേ പേര് അറ്റത്തെത്തി. കുറച്ച് ദൂരമുണ്ട് അവർ നിൽക്കണത്. കണ്ടോ, തീരെ ചെറുതായിട്ടാണ് കാണണേ. നമ്മളെത്ര സൈസ് കൂട്ടിയെടുത്താലും അവർ ഭയങ്കര ദൂരെയാണ് നിൽക്കണത്. അതാണ് ഇത്ര ചെറുതായിട്ട് കാണണം. ഞങ്ങൾ നിൽക്കണോടത്തു നിന്ന് ദൂരെയാണ് അവർ നിൽക്കണത്. അവർ നടന്ന് അറ്റത്തെത്തി. പിന്നെ അവർ നടന്നു പോകുമ്പോൾ കണ്ടില്ലേ, ഒരെണ്ണം പോകുമ്പോൾ ആ സെറ്റിലുള്ളവരൊക്കെ ഒരുമിച്ച് നടന്ന് ഇങ്ങനെ പോവും. പിന്നാലെ പോവും. ഒരു കൂട്ടം നിൽക്കണമെന്ന് വെച്ചാൽ ആ ഒരു കൂട്ടം അവരുടെ പിന്നാലെ ഇങ്ങനെ നടന്നു പോയിക്കോളും. അപ്പം നമ്മൾ ഈ സൈഡിൽ നിന്ന് എണ്ണം നോക്കിയാൽ മതി. കണ്ടോ, അവരിങ്ങനെ വരിയായിട്ട് പോവും. പിന്നെ നമ്മൾ ഒറ്റയടിക്ക് ഒരു 50 എണ്ണോ 100 എണ്ണോ ഓരോരുത്തർ മേടിച്ചാലും ഇതേപോലെ ഈസിയാന്ന് പറയില്ല, ഇതേമാതിരി നോക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ വർഷത്തെ അധ്വാനമാണ്. ഇത് നമ്മൾ ഫസ്റ്റ് കുറച്ച് വാങ്ങി, പിന്നെ അത് പ്രാക്ടീസായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് പിന്നെ ഒരുപാട് വാങ്ങിയും വിറ്റും എക്സ്പീരിയൻസായി നമുക്ക്.
ഇപ്പോൾ ഒരു ഫാം സെറ്റ് ചെയ്യാൻ ഇപ്പോൾ കൂടുതൽ എണ്ണം, കുറച്ച് എണ്ണമൊക്കെ കൂടുതൽ എണ്ണം വാങ്ങിച്ചാലും അവരൊരു സ്ഥലത്ത് നിൽക്കില്ല. പലരും പല ടൈപ്പായിരിക്കും. നമ്മുടെ കയ്യിൽ ഇത് വർഷങ്ങളായുള്ള കാരണം പകുതി വിൽക്കും, കുറേ ബാലൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചെണ്ണം എല്ലാ വർഷം മേടിച്ചിടും. അങ്ങനെ അവർ വഴിയൊക്കെ അറിയാം. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. പുതിയത് ഒരുപാട് പോത്തിനെ വാങ്ങിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നിന്നാൽ അതിങ്ങനെ പെട്ടെന്ന് ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ. ഇപ്പോൾ ഒരു 20 പോത്തിനെ ഒരാൾ മേടിക്കാന്ന് വെച്ചാൽ അതിൽ 5 വേറെ സ്ഥലത്ത് പോകും. അവർ ഒരുമിച്ചൊരു ഐക്യം ഉണ്ടാവില്ല. ഇത് കുറേ നാളുള്ളത് കൊണ്ടാണ് അവർ ഈ ഐക്യം, പിന്നെ അവർക്ക് ആ വഴികളും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകലും കൊണ്ടുവരവും അങ്ങനെയൊക്കെ അവർക്ക് ആ വഴി മനസ്സിലായതും ഒരുമിച്ചുള്ള ഒരു ഇത് അവർക്ക് ആ ഒരു കൂട്ടായ്മ പോലെ അവർക്കുണ്ട്. ചിലവർ ഇങ്ങനെ പോത്തിനെ നിൽക്കണ കാണുമ്പോൾ റോഡിൻ്റെ സൈഡിലും ഓരോരുത്തരൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിർത്തും. ഒരുപാട് പേര് നിർത്തി നോക്കാറുണ്ട്. അപ്പം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ചോദിക്കും, ഇങ്ങനെ വെറുതെ ആയാലും അവർക്ക് ചോദിക്കും, അങ്ങനെ ഒരു ഫാം സെറ്റ് ചെയ്താൽ നല്ലതാണല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊരു ദിവസത്തെയോ ഒരു ആഴ്ചയുടെയോ മാസത്തിൻ്റെയോ ഒന്നുമല്ല ഈ കാണുന്നത്. നമ്മുടെ വർഷങ്ങളുടെ തന്നെ ഒരു പ്രയത്നമാണ് ഇത് കാണുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഓടിച്ചെന്ന് ഒരു ഫാം സെറ്റ് ചെയ്യാൻ നിന്നാൽ അത് എളുപ്പമല്ല. ഒന്നാമത്തേൽ ഒരുപാട് പുല്ല് വേണം പോത്തുകൾക്ക്. പശുവിൻ്റെ പോലെയല്ല, ഒരുപാട് പുല്ല് വേണം. നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 1-2 എണ്ണത്തിനൊന്നും ഓക്കെ, ഒരുപാട് എണ്ണത്തിന് നമുക്ക് പറ്റില്ല. പിന്നെ 1-2 നോക്കിയിട്ട് അതൊരു ബിസിനസ്സായി നടത്താനും പറ്റില്ല. അത് വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ മാത്രമേ 2 5 ഒക്കെ നോക്കാൻ പറ്റുള്ളൂ. കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ എത്രയായാലും ഒരുപാട് പുല്ല് വേണം അവർക്ക്. ഏറ്റവും അവർക്കിങ്ങനെ നടന്ന് മേഞ്ഞ് തിന്ന് കഴിഞ്ഞാൽ അവർ നന്നായി വളരും. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവർ നടന്ന് മേഞ്ഞ് തിന്ന് ഇതേമാതിരി വെള്ളത്തിലൊക്കെ കിടന്ന് അങ്ങനെയൊക്കെ നടന്ന് വീണ്ടും ആ പുല്ലൊക്കെ തിന്ന് അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് വലുതാവും. നമ്മുടെ അതായത് മുന്നത്തെ വീഡിയോയിലൊക്കെ അവർ തീരെ ചെറുതായിരുന്നു. അപ്പോൾ കുറേ പേര് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ അതിനൊന്നും മറുപടി പറയാനില്ല. കാരണം ഇത് വളരില്ല, തീരെ ചെറിയ പോത്തുകളാണ്, ഇത് ആ പോത്താണ് ഈ പോത്താണ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മളത് വളർത്താൻ കൊടുക്കണില്ല. ഞാൻ തന്നെ മേടിച്ച് ഞാൻ തന്നെ പെരുന്നാൾക്ക് കൊടുക്കണു. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. പക്ഷേ നമ്മളത് വളരണ പോത്താണെന്നും കൂടി അവരറിയണ്ടേ. ആദ്യം ചെറിയ പോത്തുകുട്ടികളായിരുന്നു. ഇപ്പോൾ അവരെ വളർച്ച ഒരുപാട് അത്യാവശ്യം വലിപ്പമുള്ള നല്ല പോത്തുകുട്ടികളായിട്ടുണ്ട് എല്ലാവരും. ഈ പോത്തുകളൊക്കെ തന്നെയാണ് ഞാൻ മുന്നേ വീഡിയോ ഇടാറ്. എല്ലാവരും തീരെ ചെറുതായിരുന്നു. ഇപ്പോൾ അവരിങ്ങനെ അവരിഷ്ടത്തിന് യഥേഷ്ടം മേഞ്ഞ് പുല്ല് തിന്ന് വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കണ കാരണം അവർ നല്ല വളർച്ച എത്തിയതാണ്. പിന്നെ നമ്മൾ മറ്റു പല ബിസിനസ്സുകളും ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇൻകം നമ്മൾ ലോൺ എടുത്തിട്ടായാലും ഇങ്ങനെ പോത്തിനെ വാങ്ങിച്ചിട്ടിട്ട് അത് മറ്റുള്ള ബിസിനസ്സിൽ നിന്ന് ലോണുകളൊക്കെ അടച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പോത്തുകൾ വാങ്ങിച്ച് കൂട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ 10 വർഷത്തിനേറെയായി, ഏകദേശം ഒരു 15 വർഷമൊക്കെ ആയി നമ്മൾ ബിസിനസ്സും എല്ലാം ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ പല ബിസിനസ്സുകൾ ചെയ്തു, വിജയിച്ചതുണ്ട്, പരാജയപ്പെട്ടതുണ്ട്, ഒരുപാട് അപമാനങ്ങൾ സഹിച്ച സമയങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച സമയങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയതൊക്കെ ഒരുപാട് നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവണം, അതൊക്കെ ഒരു പാഠം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ബിസിനസ്സിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പാഠങ്ങൾ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് പെട്ടെന്നൊന്നും അത് ഓടിച്ചെന്ന് വിജയിക്കൊന്നുമില്ല. നമ്മൾ ഒരുപാട് അധ്വാനിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഫലം കിട്ടിയില്ല എന്ന് വരും. അതൊക്കെ ഉണ്ടാവും. ഞാൻ ചെയ്യാത്ത ബിസിനസ്സിൽ ഒരുപാട് ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാറി ഹോട്ടൽ ബിസിനസ് ലാസ്റ്റ് അതിൽ കുറച്ച് എല്ലാത്തിനും എനിക്ക് ബിസിനസ്സിൽ ഇൻകം കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരികൾ വരും, അവരെന്തെങ്കിലും ഒരു ആവശ്യം പറയും, അവർക്ക് ഞാൻ ഒപ്പിട്ട് കൊടുക്കും. അല്ലെങ്കിൽ അവരെന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ബിസിനസ്സും ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കടങ്ങളും കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇപ്പോഴും പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇനിയും ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ നാളെ അവിട്ടാണ്. അപ്പം എൻ്റെ അനിയത്തി ഇങ്ങനെ ആശുപത്രിയിൽ പ്രസവിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് അനിയത്തി തിരുവോണം ദിവസമെത്തി. പിറ്റേ ദിവസം അവിട്ടാണ്. അപ്പോൾ എൻ്റെ അനിയത്തി പറയും, ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന് കുട്ടീനെ എടുക്കണം. കാരണം അവിട്ടം നാളെ എൻ്റെ കുട്ടിക്ക് വേണ്ട. എൻ്റെ ചേച്ചി അനുഭവിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് അവിട്ടം വേണ്ട എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ അനിയത്തി. എന്നെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളാണ്. അപ്പോൾ അവൾ ഞാൻ അനുഭവിക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ 17 വയസ്സ് തൊട്ട് ചെയ്യണതും കാര്യങ്ങളും എല്ലാം അവൾക്കറിയാം. ഞാൻ ബിസിനസ് ചെയ്യണതും എനിക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നതും ഞാനത് ഫേസ് ചെയ്യണതും വീണ്ടും വേറെ ബിസിനസ് ചെയ്യണതും ഓരോ പ്രശ്നങ്ങളും അതിനെ ഫേസ് ചെയ്യണത് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെ ഇതൊക്കെ തരണം ചെയ്ത് പോകണമെന്ന് പല സമയത്തും അവൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുക, ചേച്ചിയുടെ നാളെ എൻ്റെ കുട്ടിക്ക് വേണ്ട ചേച്ചി, ഇനി അനുഭവിക്കണ ഇത്രയും കാണാൻ വയ്യാന്ന് അവൾ പറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ട്.
അതാ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഏത് കഠിനമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു പോകും. നമ്മൾ ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും പരാജയപ്പെടുമ്പോഴും അടുത്ത ബിസിനസ് ചെയ്ത് പരാജയപ്പെടുമ്പോഴായാലും എത്ര ബിസിനസ് ചെയ്ത് പരാജയപ്പെടുമ്പോൾ നമ്മളതിനെ ഫേസ് ചെയ്യണ ഒരു രീതിയുണ്ട്. തരണം ചെയ്യാം. നമ്മൾ വീണ്ടും പ്രതീക്ഷ വയ്ക്കുക, അടുത്തത് നമ്മൾ ചെയ്യുക, വിജയിക്കും, തീർച്ചയായിട്ടും വിജയിക്കും. ഞാൻ പറഞ്ഞില്ലേ, എത്രയോ ബിസിനസ് ഞാൻ ചെയ്തതാണ്. ഇഷ്ടം പരാജയപ്പെട്ടിട്ടുമുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്, എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പരാജയപ്പെടുമ്പോൾ ഉള്ള അനുഭവങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടാവും, അപമാനങ്ങളുണ്ടാവും, അതെല്ലാം ഉണ്ടായിരിക്കും. വിജയിച്ച് കഴിയുമ്പോൾ അതെല്ലാം കഴിഞ്ഞു. ആ വിജയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പക്ഷെ അതുവരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനം തന്നെയാണ്. നമ്മളെന്തിനാ കഠിനമായ യാത്ര എടുക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കടമകളുണ്ട്. ആ കടമകൾ ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്ത് കടമ വന്നാലും, നമ്മുടെ വീട്ടിൽ ആർക്ക് വന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ചെയ്യാൻ പറ്റണം എപ്പോഴായാലും. നമ്മളൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുമ്പോഴും ഒന്നും നമുക്ക് നടക്കില്ല. ഇപ്പോൾ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വന്നു, വീട്ടിലെന്തെങ്കിലും ഒരു ആവശ്യം വന്നു, നമ്മളെ കൊണ്ട് പറ്റണത് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്കൊരു വരുമാനമില്ല, ഒരു തൊഴിലില്ല എന്ന് പറഞ്ഞിരിക്കല്ല. നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു വരുമാനമായാലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരുവിധം പെൺകുട്ടികളൊക്കെ പഠിച്ച് നല്ല ജോലിയിലെത്തിയിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം. പിന്നെ ഒരുപാട് പേര് ബിസിനസ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഭർത്താവിൻ്റെ വീട്ടിലുള്ള പല പ്രശ്നങ്ങളും ഒരുപാട് പേർക്ക് അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒഴിവാക്കാം. ഒരു അച്ഛനമ്മയും പൊന്നു പോലെ നോക്കിയിട്ട് ആ മോള് അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ഓരോ ആത്മഹത്യയൊക്കെ ചെയ്യണ എത്ര വീടുകളാണ് ഇപ്പോഴും. സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കാൻ പറ്റും. കാരണം അപ്പോൾ നമുക്ക് ശക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാം എപ്പോഴായാലും. ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഓരോ പെൺകുട്ടികളും അവരുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയണമെന്ന് വിചാരിച്ചിട്ടാണ്, സന്തോഷമായിട്ടൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന് വെച്ചിട്ടാണ് ഓരോരുത്തരും വിവാഹം കഴിക്കണത്. പക്ഷെ ചെല്ലുമ്പോഴത്തെ അന്തരീക്ഷം പലർക്കും പല വിധത്തിലാവും. അതാണ് പറയണത്, നമ്മൾ സ്വന്തം ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്, അതെന്ത് ആയിക്കൊള്ളട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്ന ബിസിനസ്സോ എന്തെങ്കിലും ഒരു വരുമാനമോ എല്ലാ സ്ത്രീകളും എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഒരുപാട് ലോണുകൾ എടുത്തിട്ട് തന്നെയാണ് ഇതിനൊക്കെ വാങ്ങിച്ചത്. വർഷങ്ങളായിട്ട് ഒരുപാട് ലോൺ എടുത്തിട്ടും അതൊക്കെ അടച്ച് തീർത്തിട്ടും വേറെ ബിസിനസ് ചെയ്ത് അടച്ച് തീർത്തിട്ടൊക്കെയാണ് ഇവരൊക്കെ മേടിച്ചത്. ഇപ്പോഴാണ് ഇത്ര എണ്ണം കൂടുതൽ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ഇത്ര എണ്ണമൊക്കെ ആയത്. ഇതിപ്പോൾ ഒരു റൊട്ടേഷനായി, അങ്ങനെ നമുക്ക് പരിചയമായി. ഇതോടുകൂടി എൻ്റെ സ്വപ്നങ്ങൾ തീർന്നിട്ടില്ല. ഇനിയുണ്ട് എൻ്റെ മനസ്സിൽ വലിയൊരു സ്വപ്നം. അപ്പോൾ അതിലേക്കുള്ള ഓട്ടത്തിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനും കൂടെയുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും എന്തായാലും ഒരു വരുമാനമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ മനസ്സ് വരട്ടെ എല്ലാവർക്കും. തെറ്റ് പറ്റാത്തവരാരുമില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകണം. തെറ്റുകളൊക്കെ നമുക്ക് അനുഭവങ്ങളാണ്, പാഠങ്ങളാണ്. ഞാൻ അങ്ങനെയൊക്കെയാണ് കരുതണേ. അപ്പോൾ എൻ്റെ വന്നു പോയ അനുഭവങ്ങളൊക്കെ എനിക്ക് വലിയ പാഠങ്ങളാണ്. അപ്പോൾ അതുപോലെ എല്ലാവരും തെറ്റുകളൊക്കെ തിരുത്തി, നമ്മൾ പറ്റിയ തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ടായാൽ മതി, നമ്മൾ വിജയിക്കും. അപ്പോൾ തിരുത്തി മുന്നോട്ട് പോയി എല്ലാവരും വിജയിക്കട്ടെ.